tummy there. Baby inside in the tummy. Baby cat. It's not your turn. It's Acha's turn. You go. Not my dad. No. The mama. Banana. Where is your book? There. Go. Take your book. ഞാൻ മാത്തൂട്ടിനെ എക്സാമിനെ പഠിപ്പിക്കാനേ ഞാൻ ഇവിടെ ഇരുന്നപ്പോഴേ മാത്തൂട്ടിനെ ഞാൻ വിളിച്ചിട്ട് എങ്ങും ആൾ വരുന്നില്ല. കാരണം നാളെ ഹിന്ദി ആയതുകൊണ്ട് അവന് കണ്ണെടുത്താൽ കണ്ടുകൂടാത്തൊരു സബ്ജക്റ്റാണ്. ഹിന്ദി ആയതുകൊണ്ടൊന്നും വരുന്നേ ഇല്ല. ഉച്ച സമയത്ത് ഉറങ്ങാൻ ഭയങ്കര മടി കാണിക്കുന്ന ആൾ ഇന്ന് കയറി കിടന്ന് ആദ്യമേ ഉറങ്ങി. എന്നാണ് ഹിന്ദി പഠിക്കണ്ടായല്ലോ നാളെ ആയിട്ട്. അപ്പോൾ ഞാൻ മാത്തൂട്ടിനെ പഠിക്കാൻ കുറേ നേരം കൊണ്ട് വിളിക്കുക. മാത്തു വരുന്നില്ല. വേറൊരാൾ മത്തായി വന്നിരുന്നിട്ടേ മത്തായി പഠിക്കുകയാണ്. മത്തായി ഗോയിങ് ടു സ്റ്റഡി. എന്നിട്ട് തന്നെ ഇവിടെ വന്നെങ്കിരുന്നു. എന്നിട്ട് ആരുടെ സ്കൂളിൽ പോയി. അയ്യോ മറ്റേ വലിയ സ്കൂളിൽ പോയി. ഇവ സ്കൂളിൽ പോകുമ്പോൾ ഈ ജാഗ്രതയൊക്കെ കണ്ടാൽ മതിയായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു സ്കൂളിൽ പോകുന്നതിന് മുമ്പ്. ആ ഓക്കെ. അയ്യോ ന്യൂ പെൻസിൽ. It's not opening. Sharp ചെയ്തിട്ടില്ല. It's not opening. Do you know ABCD? No, Dad. Do you know ABCD? No, I'll give you other one. You say ABCD. Say ABCD. Say properly. ABCD. HI. Now I want to ABC and not my next. Very good. Now 1 2 3. no 1 2 3. Say 1 2 3. 1 2 3 1 2 3 4 5 Say 1 2 3. Mama boo boo. Teacher watching. Papa വടിയിടും. Say 1. Hey. മമ്മ മോനെ എത്ര വട്ടം വിളിച്ചു? മോൻ വന്നില്ലല്ലോ. ആണ് മത്തായി പഠിക്കുന്നു. No. Teacher frog doing. One more time. Uchi ba. Bathak means duck. The next day. Hello, Arne. Hello. Hello guys. അത് മാഞ്ഞ പഠിപ്പിച്ചോട്ടോ. ഹലോ Hello guys. ഇല്ല നന്നായിട്ട് പറയാം. Hello guys. എല്ലാവർക്കും പറഞ്ഞേ. എല്ലാവർക്കും പറ. No. എല്ലാവർക്കും No. I don't know in Malayalam. എല്ലാവർക്കും No. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയ പണി കാണിച്ചു തരാം. ദാ ഇവിടെ ബോക്സുകൾ ഉണ്ടാക്കുന്നത് കണ്ടോ? ഇവിടെ അച്ഛൻ കുറച്ച് ബോക്സുകൾ തയ്യാറാക്കുന്നുണ്ട്. ഈ ബോക്സുകൾ എന്ന് വെച്ചാൽ നമ്മുടെ നിങ്ങൾക്കറിയാലോ നമ്മുടെ മാത്തൂട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പം നമ്മൾ ചർച്ചിൽ സാധാരണ അവിടെ എന്തെങ്കിലുമൊക്കെ പിന്നെ അവിടെ ഉണ്ടല്ലോ ഇവനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ അവിടെയുണ്ട്. അപ്പം അവർക്ക് സ്നാക്സ് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബോക്സ് തയ്യാറാക്കുകയാണ്. എന്നെ പഠിപ്പിക്കുക ചേച്ചൻ ഈ ബോക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ 2 വട്ടം നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പം ചേച്ചൻ പഠിപ്പിച്ച് മൊത്തം ബോക്സ് ചേച്ചൻ തന്നെ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. മത്തേ കുഞ്ഞ് അവിടെ ഉറക്കമാണ്. ഇപ്പോൾ മത്തേ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ചെയ്തെങ്കിൽ ഇത് നടക്കും. ഇല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ഫുഡ് ടൈം ആയാലും ബോക്സ് അവിടെ എത്തില്ല. അതുകൊണ്ട് മത്തേ കുഞ്ഞ് ഉറങ്ങുന്ന സമയം കൊണ്ട് ഞങ്ങൾ ബോക്സ് ഉണ്ടാക്കി എടുക്കും. അപ്പം അച്ഛൻ എന്നെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് ബോക്സ് ഉണ്ടാക്കുന്നത്.
ചേച്ചി അവിടെ മേളിൽ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ബോക്സിനുള്ളിൽ ചേച്ചിയുടെ വക, നമ്മുടെ വക സ്പെഷ്യൽ ഓരോ കേക്കും വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാവർക്കും സമോസ, കച്ചോരി ഇതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അത് വെക്കുന്നുണ്ട്. ബനാന, അങ്ങനെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഒരു ബോക്സ് തയ്യാറാക്കുക കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഞാനൊന്നും നോക്കട്ടെ ബോക്സ്. എങ്ങനെ വെച്ചാൽ സൈഡ് രണ്ടും ഇങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, ഇതാക്കണം, ഇതാക്കണം. വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ അച്ഛനെ എനിക്ക് തട്ട് കിട്ടും. ചേച്ചിനെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണ്. ഇത് വെച്ചിട്ട് ഈ സാധനം എടുത്തിനകത്ത് തരണം അല്ലേ. അച്ഛൻ നോക്കാം. അച്ഛൻ നോക്കുമ്പോൾ എനിക്ക് ടെൻഷൻ. അച്ഛൻ നോക്കാം. അച്ഛൻ ടി വി നോക്കിക്കൊണ്ട് ക്യാമറ ഇങ്ങോട്ട് വെച്ചാൽ ചേച്ചി ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് ടെൻഷൻ വരും. ഗുഡ് ബോയ്. പണ്ടേ ചേച്ചി പറയണം കേട്ടോ, വണ്ടി ഓടിക്കാനേ അപ്പോൾ നോക്കുമ്പോൾ വണ്ടി ഓടിക്കാൻ വരത്തില്ല, പേടിയോ, തലക്കടി കിട്ടും. എന്ന് പറഞ്ഞാലേ ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുമ്പോൾ അച്ഛൻ പുറകെ നിന്ന് ജന്മം ചെയ്ത കമ്പ്യൂട്ടറിൻ്റെ മൗസ് അനങ്ങത്തില്ല, ഒന്നും അനങ്ങത്തില്ല, പേടിയോ. ശരി, ഇതിനകത്ത് കേട്ടോ. ഇത് നല്ല പണിയാണല്ലോ. ഇത് കുറേ സമയം എടുക്കും. എന്താണെന്നറിയില്ല, ചുമ്മാ ഒരു പേടി, ബഹുമാനം കൊണ്ടുള്ളൊരു പേടി. ഇതായി. ഇനി ഇത് അതെവിടെ കൊണ്ട് കയറ്റി വെച്ചത്? നല്ല സമയം എടുക്കുമല്ലോ. കുറച്ച് ചേച്ചി ഏൽപ്പിച്ചാലോ. ചേച്ചി മണ്ടയ്ക്ക് കേക്ക് ഉണ്ടാക്കുന്ന പണിയില്ല കേട്ടോ, നമുക്ക് വേണ്ടിയിട്ടല്ല, ചർച്ചിലേക്കുള്ള കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഷീ സോ ബിസി. നീ ഇതടയ്ക്കണോ? അപ്പോൾ ബോക്സ് റെഡിയാക്കി എടുത്ത്. ഈ പണി ഈസിയാന്നല്ലോ. ഈ പണി അപ്പോൾ ഇത് മൊത്തം എൻ്റെ തലയിൽ വരും. ഇത്രയും ബോക്സ് ചേച്ചൻ ചെയ്ത് ഇത്ര എണ്ണം ചെയ്ത് ഇതത് ഞാൻ ചെയ്തത്. ഇത്രയും ചെയ്ത് കാണിച്ചിട്ടാണ് ഞാൻ ഈ ഒരെണ്ണം ചെയ്തത്. ഇനിയിപ്പോൾ ഇത് മൊത്തം എൻ്റെ തലയിലോ. അപ്പം നമ്മൾ ഇപ്പോൾ പുറത്ത് പോയിട്ട് വന്നാണേ, കുഞ്ഞിൻ്റെ ആധാർ റെഡിയാക്കാൻ വേണ്ടി പോയതാ. പുറത്ത് പോയിട്ട് വന്നത്. അപ്പം കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെ മേടിച്ചു. ഇതാണ് നമ്മൾ നാളെ ആ ബോക്സിനുള്ളിൽ വെക്കാൻ പോകുന്ന പഴം. ഇതിൽ നല്ല നല്ല പഴം എടുത്ത് നമ്മൾ ബോക്സിനുള്ളിലാക്കും. ഇതാക്കണ്ടോ, പഴമുണ്ട്, സൂർജിനാഫല്ലി ഉണ്ട്, സൂർജിനാഫല്ലി, മുരിങ്ങയ്ക്ക, പിന്നെ പച്ചച്ചും പുറത്തേക്ക് മേടിച്ചു തന്നാണ്. നമ്മൾ പോയി തണ്ണിമത്തൻ, പിന്നെ ലോക്കി, വെളുത്തുള്ളിക്ക് എന്നാ അന്യായ വിലയാണ്. നാട്ടിൽ ഇതേ വിലയാണെന്ന് തോന്നുന്നു, ഭയങ്കര വിലയാണ് വെളുത്തുള്ളിക്ക്, പൊന്നിൻ്റെ വില. വെളുത്തുള്ളി, സവാള, ഇങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ചർച്ചിൽ എല്ലാവരും നോക്കിയിരിക്കുക മധുരൻ്റെ ബർത്ത്ഡേ എന്നാ വരുന്നത്. അപ്പം അന്നേരം നമ്മൾ ചെറിയൊരു സന്തോഷം അവരുമായിട്ടൊന്ന് പങ്കിടാമെന്ന് വിചാരിച്ചു. ഇത് ചേച്ചി ഇന്നലെ രാത്രി കുത്തിയിരുന്നുണ്ടാക്കിയ കേക്ക്, എന്തോ ഒരു വട്ടി കയറി ഇന്നലെ രാത്രിയിലിരുന്നുണ്ടാക്കി. അപ്പം ഈ കേക്ക് ഇതിൽ ഓരോ പീസ് ഇങ്ങനത്തെ ഉണ്ടാക്കുന്നുണ്ട്. 50 പീസ് വേണം. അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ്, ബട്ടർ പേപ്പറിലല്ലോ മുക്കി ബോക്സിനുള്ളിൽ ആക്കാം. ഈ ബോക്സ് നിർമ്മിച്ച് തുടങ്ങി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വളരെ ക്ഷമ വേണ്ട ഒരു പണിയാണ്. നല്ല ക്ഷമയോടുകൂടി ഇരുന്ന് ചെയ്തെങ്കിലേ പറ്റൂ. ക്ഷമയും അതിനോടൊപ്പം ശ്രദ്ധയും വളരെ കൊടുക്കേണ്ട ഒരു ജോലിയാണിത്. ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് പോലും ഇത്ര ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടില്ല. പഠിച്ചിരുന്നാൽ ഞാനിന്ന് എവിടെ എത്തിയേനെ.
അച്ചാച്ചൻ്റെ ക്ഷമ തീരെ ഇല്ലാത്ത മനുഷ്യനാണല്ലോ അച്ചാച്ചൻ. ഇല്ല അച്ചാച്ചൻ ക്ഷമയുള്ള മനുഷ്യനല്ലേ. അപ്പം നമ്മുടെ കേക്കിൻ്റെ പണിപ്പുരയിലാണ്. പ്രൊഫഷണലിസ്റ്റ് ഒന്നുമല്ല കേക്ക് ഉണ്ടാക്കാം, പക്ഷേ നമുക്ക് ഉണ്ടാക്കി വന്നപ്പോൾ നല്ല നല്ല കേക്കുകളായി. ഞാൻ വിചാരിച്ചു ധൈര്യത്തോടെ പറയുന്ന വേറൊരാൾക്ക് കൊടുക്കാം എന്നൊരു ലെവലിലെത്തി. അപ്പം അതുകൊണ്ട് ഇത് ഒന്നാമത്തെ കേക്കോ, അത് ഫസ്റ്റ് കേക്ക്. ഇതിൻ്റെ മിക്സിംഗ് ഒന്നും കാണിക്കാൻ എനിക്ക് പറ്റിയില്ല. അടുത്ത് വരുമ്പം ഞാൻ അതിനകത്തെ മിക്സിംഗ് ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫസ്റ്റ് കേക്ക് റെഡിയാക്കുന്നു. അത് ഈ ട്രെയിലോട്ട് ട്രെയിലോട്ട് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ കേക്ക് മൈക്രോവേവിനുള്ളിൽ പ്ലേസ് ചെയ്തു. ഇനി അത് എത്ര മിനിറ്റ്? 40 മിനിറ്റ്. ഇതിനകത്ത് 140 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ്. 140 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ്. ഇനി ഇതിനകത്തിരുന്നത് സെറ്റായി പൊങ്ങി വരും. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ ബോക്സ് ഏകദേശം എത്രയായി? ചേച്ചി ആധികാരികമായ രീതിയിലൊക്കെയാണ് ബോക്സ്. എനിക്കത്രയും പോയില്ല കേട്ടോ. കുട്ടിയുടെ ജിറാഫൊക്കെ എടുത്തിട്ടു അതിൽ കയറിയിരുന്ന ആധികാരികമായ അച്ഛൻ്റെ കേട്ടോ. അവരും പെർഫെക്റ്റ് ആയിട്ട്, അങ്ങനെ കളിപ്പിരി പരിപാടിയൊന്നുമില്ല, ഓളം ചേർത്തിരുന്നില്ല. പെർഫെക്റ്റ് ആയിട്ട് ബോക്സ് പണിയുന്ന ഒന്നേരം കൊണ്ട് ഞാൻ വലിയ ഞാനിനിയും പോട്ടെ കിച്ചണിൽ. അപ്പോൾ നമ്മൾ പണിയെടുക്കുന്ന 2 അതിഥികൾക്ക് ചായ ഇട്ട് കൊടുക്കാം. അവർ വളരെ ക്ഷീണിതരാണ്. അവർക്ക് നമുക്ക് ചായ ഇട്ട് കൊടുക്കാം. ഉച്ചയ്ക്ക് കഞ്ഞിയും രസമായിരുന്നു, പൊടിയരി കഞ്ഞിയും രസവും. നല്ല അടിപൊളി ടേസ്റ്റ് ആക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ ഇട്ടെടുത്ത് ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ അടുത്ത കേക്കിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. അപ്പം നമ്മുടെ ബോക്സ് എല്ലാം റെഡിയായി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മാൻകുട്ടിന് മാക്ഡൊണാൾഡ് തിന്നണമെന്നൊരാഗ്രഹം. അപ്പോൾ മാൻകുട്ടിന് മാക്ഡൊണാൾഡ് മേടിച്ചു കൊടുത്തു. ബർഗർ. വാട്ട് ആർ യു ഈറ്റിംഗ് മാത്തുട്ടാ? ബർഗർ. ഹലോ എൻ്റെ വേണ്ടായോ ബർഗർ? ഇതിപ്പോ ഒന്നേ ഉള്ളായിരുന്നെങ്കിൽ ഇവിടെ മുട്ടനടിയും വെള്ളം കൊടുങ്ങനെ. ഇപ്പൊ അവനോട് സ്പെഷ്യൽ മേടിച്ചുകൊണ്ട് അവന് വേണ്ട. ഫ്രഞ്ച് ഫ്രൈസ്, നഗറ്റ്സ്, എല്ലാത്തിനെയും വെടി വെച്ചിരിക്കുക. ഒന്നില് പുതിന ചട്നി, ഒന്നില് സോസ്, മീട്ട സോസ്, രണ്ടും ഒഴിച്ചിട്ട് ഈ ബോക്സിനുള്ളാക്കി വെച്ച് കൊടുത്താൽ ഓരോരുത്തർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരതും കൊണ്ട് എവിടെയെങ്കിലും പോയി മാറിയിരുന്ന് കഴിച്ചോളൂ. ബേബി കഴിച്ചേ? ബേബിക്ക് വേണ്ടേ? നമ്മ അമ്മ ഇപ്പൊ എടുത്തു തിന്നും. വാട്ടർമെലൺ വേണോ? ഇപ്പൊ കട്ട് ചെയ്ത് കഴിക്കുവോ? You eat that. ഹെവിയൊന്നും ആരും പറഞ്ഞല്ലോ പൊക്കി എടുക്കാൻ. താഴ്ച പോരെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കേക്ക് ഇവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചൂടാട്ടോ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്റെ പറ്റി പപ്പന്റെ ബർഗർ എടുത്തോണ്ട് പോയോ? ആഹാ, എന്തോ അന്യായോ കാണിച്ചേ. Who took Matthias burger? കള്ളൻ കപ്പലിലുണ്ട്. Don't shoot me. Don't do it. You know. Please. നിന്നോട് 1500 തവണ ബർഗർ കഴിക്കാൻ പറഞ്ഞില്ലേ? അപ്പോ നിന്റെ വീടിന്റെ അപ്പുറത്താ എന്റെ വീട്. എന്നിട്ട് തന്നെ എന്നോട് ഇങ്ങനെ ചെയ്തേ. എത്ര വട്ടം ചോദിച്ചോ ബർഗർ വേണോ? ബർഗർ എന്നല്ല ഞാൻ പറഞ്ഞ. അക്ഷരം മാറിയൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ
ഞാൻ അധികം പഴുത്ത പഴമല്ല മേടിച്ചേക്കുന്നത്, ഇങ്ങനത്തെ കേട്ടോ. അപ്പം നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളും. ഇവിടെ ഈ റോബസ്റ്റ മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലെ പിന്നെ മലയാളി കടയിൽ പോകണം. മലയാളി കടയിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഓരോ പീസ് കേക്കിനെ ഇതുപോലെ ഗ്രീസ് പ്രൂഫ് റാപ്പിംഗ് പേപ്പർ ഉപയോഗിച്ച് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് ബോക്സിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമോസയുടെയും കച്ചോറിയുടെയും ഒന്നും എണ്ണയാവില്ല. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്കിൻ്റെ രൂപത്തിൽ തന്നെ ഇരുന്നു. അയ്യോ, നിങ്ങൾ ഈ കാഴ്ച കണ്ടോ? മത്തൈ കുഞ്ഞെവിടെ പപ്പാ? Where is മത്തൈ? ചേച്ചാ അച്ചാച്ചാ, where is മത്തൈ? Where is മത്തൈ? ഈ ബക്കറ്റിൽ കയറിയിരുന്ന ഇതിന് അത്രേ ഉള്ളൂ. ബക്കറ്റിനുള്ളിൽ കൊള്ളാനേ ഉള്ളൂ. തന്നെ നോക്ക്. ഈ ബോക്സ് ഉണ്ടോ? ഈ ബോക്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒന്നിൽ കപ്പോ അല്ലെങ്കിൽ മഗ്ഗോ എന്തെങ്കിലും ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുമായിരിക്കുന്നു. അല്ല, ഇപ്പം ഞാൻ തുറന്നുതരാം. ഈ ബോക്സിനുള്ളിൽ സർപ്രൈസ് മുട്ട പാത്ത് വെച്ചേക്കുവാണ്. മുട്ട ഫ്രിഡ്ജിലും വെക്കാൻ പറ്റില്ല, ഈ ഏരിയയിലൊന്നും വെക്കാൻ പറ്റില്ല. മത്തേക്കുഞ്ഞ് അടിച്ചോണ്ട് പോകും. മുട്ട എടുത്തോണ്ട് പോയിട്ട് പിന്നെ അയാൾ സ്വന്തമായിട്ട് അത് ഒരു മുട്ടയും 2 മുട്ടയൊന്നും പോരാ, ഇവിടെ കിടന്നുകൊണ്ട് ബഹളം ഇടും. അങ്ങനെ കളയാൻ നമുക്ക് പറ്റുമോ? അപ്പം അതുകൊണ്ട് അവൻ വിചാരിച്ചോളൂ ഇതിനകത്ത് കപ്പോ ഗ്ലാസ്സോ അല്ലായിരിക്കുന്നു. അവൻ വിചാരിച്ചോളൂ അതിന് ഞാൻ അങ്ങനെ ആക്കി വെച്ചേക്കാം. അങ്ങനെയാണ് എൻ്റെ ബുദ്ധി. പപ്പ കഴിഞ്ഞ സൺഡേ ചർച്ചയിൽ കൊണ്ടുപോകാൻ മേടിച്ച് വെച്ചതാ. അപ്പം ചേട്ടനും അനിയനും അടിച്ചു മാറ്റിയോ ഓരോ ജ്യൂസ്. നാളെ അവിടെ ചെന്ന് എണ്ണം നോക്കുമ്പോൾ എന്റെ പെണ്ണാത്. What is that? French fries. French fries. Eat French fries. Eat. No, I'm ലിങ്ങിങ് ജ്യൂസ്. അതേപോലെ എന്തറിയോ, അതുകൊണ്ട് ഇങ്ങനെ കോഴിമുട്ട ഇങ്ങനെ 2ആയിട്ട് പൊട്ടിക്കണം. പൊട്ടിച്ചിട്ട് അത് വേറൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ചുമ്മാ ഇങ്ങനെ സ്പൂണിട്ട് അടിക്കണം. എന്നാൽ കൊടുത്ത തിന്നും അതുമില്ല. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടുകൾ കാണിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അപ്പോൾ നമ്മുടെ ചൂര കറി വെക്കാനുള്ള മീൻ കഷ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ നേരം കൊണ്ട് മീൻ കറി വെക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കാൻ കളിപ്പിക്കുകയാണല്ലേ? അല്ല, മീൻ കറി വെക്കാൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ ഇത് ഞാൻ ഒന്നിച്ച് വെക്കില്ല. ഇതിൽ കുറച്ച് തലയും മുള്ളൊക്കെ ഉണ്ട്. അത് ഞാൻ മാറ്റി വെച്ചിട്ട് സൗകര്യപൂർവ്വം അടുത്തൊരു ദിവസം വെക്കും. ഇപ്പം ഇങ്ങനെയുള്ള കഷ്ണം എടുക്കാം. കഷ്ണം എടുത്ത് കറി വെക്കാം. ഇതാകുമ്പോൾ ഇവിടെ എന്താണെന്നറിയോ, കുഞ്ഞിനും കൂട്ടാം. മുള്ളില്ലാത്തതുകൊണ്ട് അവനും വലിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഒരു മുള്ളെങ്ങാണ് എവിടെയെങ്കിലും പോയാൽ പിന്നെ അവൻ ജീവിതകാലത്ത് മീൻ കൂട്ടില്ല, പേടിയവന്. ഇതാകുമ്പം അങ്ങനെ പ്രശ്നമില്ലല്ലോ അമ്മ. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് വെട്ടിയൊക്കെ തന്നെ നല്ല നീറ്റായിട്ടൊക്കെ വെട്ടിയൊക്കെ തരും കേട്ടോ. പിന്നത്തെ തലയും മുള്ളും എല്ലാം മാറ്റി വെക്കട്ടെ. അത് അടുത്ത ദിവസം കറി വെക്കാം. ബലൂണിൽ കണ്ണും മൂക്കും ഒക്കെ വരയ്ക്കുക. സ്മൈലി ഫേസ്. കുഞ്ഞ് പേരെഴുതി നോക്ക്. കുഞ്ഞിന്റെ പേരെഴുതി. കുഞ്ഞ് വെള്ളത്തെ ബ്ലൂ കളറാക്കി നോക്കാം. This sketchman. നല്ല സൗകര്യമായി വെള്ളത്തിൽ കളിക്കാൻ നോക്കാം. ഇങ്ങനെ ആക്കുന്നു. ഇവിടെ എല്ലാവർക്കും ഫുഡ് കൊടുക്കാം. കുഞ്ഞിൻ്റെ കുറുക്കിൻ്റെ പൊടി വന്നിട്ടുണ്ടേ. ബേബി വിറ്റ ബനാന പൗഡർ. ആരെങ്കിലും പറയും പ്രമോഷനാണ്. അപ്പോൾ ബനാന പൗഡറാണേ. പണ്ട് നമ്മുടെ അമ്മച്ചിമാരൊക്കെ വീട്ടിൽ ഏത്തക്ക ഉണക്കി പൊടിച്ചുണ്ടാക്കിയിരുന്നു. ഇപ്പം ആർക്കും മെനക്കെടാൻ വയ്യ. ഇപ്പം എല്ലാം പാക്കറ്റുകൾ കിട്ടും. അപ്പോൾ ഇത് ഞാൻ 2 പേർക്കും കുറുക്കി കൊടുക്കും. മത്തനും കൊടുക്കും, മത്തയ്ക്കും കൊടുക്കും. അപ്പം അത് ഇതിനകത്തുണ്ട്. ഇതിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആമസോൺ വഴി അച്ചേഷൻ ഓർഡർ ചെയ്തതാ. വന്നിട്ടുണ്ട്. ഇത് പൊട്ടിച്ചു നോക്കട്ടെ. ഈ വെള്ളത്തിൽ ഓടുന്നേ ഉള്ളൂ.
പറ്റി വരണം, സമയം എടുക്കും. ബേബി ബെറ്റയുടെ തന്നെ റൈസ് ബനാന പൗഡർ മിക്സ്. ഇത് അരിയും പഴവും എല്ലാം ചേർന്ന മിക്സ്. അതിൻ്റെ വേറെ ഇത് വീറ്റ് ബനാന പൗഡർ മിക്സ്. ഇത് ഒരു നേരം, എപ്പോഴും ഇല്ല, മിക്കവാറും രാത്രി ആയിരിക്കും, ഒരു നേരം ഹെവി കൊടുക്കാതെ ലൈറ്റായിട്ടുള്ള ഇങ്ങനെ കൊടുത്തിട്ട് അപ്പം മാത്രമേ ഞാൻ രണ്ടുപേർക്കും കൊടുക്കും. എന്നിട്ട് ഉറക്കാൻ കിടത്തും. നമുക്കുള്ള ഇവിടെ മീൻകറി റെഡിയായി. ചോറ് വേണ്ടണ ഉരുളക്കിഴങ്ങ്. ഇന്നിപ്പോൾ സാധാരണ വൈകിട്ട് ഞങ്ങൾ ചോറ് അങ്ങനെ കഴിക്കാറില്ല, എന്തെങ്കിലും ലൈറ്റായിട്ടുള്ളതേ കഴിക്കാറുള്ളൂ. പക്ഷെ ഇന്ന് മീൻകറി വെച്ചാൽ നാളത്തേക്കൂടെ ആവും എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ ചോറ് ഇതൊക്കെ അധികം വരും. അപ്പോൾ ഇങ്ങനെ വെച്ച് എളുപ്പമാണ്. അന്ന് കുഞ്ഞിൻ്റെ ആധാർ ഉണ്ടാക്കാനേ പുറത്ത് പോയിട്ട് വന്നത്, പിന്നെ ഒത്തിരി ലേറ്റായി. പിന്നെ വിചാരിച്ചിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. ഇന്നിപ്പം രാത്രി ഇതോടിട്ടെ